ഹായ് ഹലോ നമസ്കാരം. ഇനി ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റോടെ കിട്ടും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ നോക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല എന്താണേലും ഉണ്ട്, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് 1 കിലോ ചിക്കനാണ്. നന്നായി അരപ്പ് എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണില്ല കേട്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അടച്ചു വെച്ച് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചതല്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നതാണ്. എന്നിട്ട് പിന്നെ നന്നായിട്ട് ചിക്കൻ വേവോളം വേവിച്ച് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അത് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഞാനിങ്ങനെ കുഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ടേക്കുക. ഒരു 2 വിസിലടുപ്പിക്കണം. നല്ലപോലെ ഉരുളക്കിഴങ്ങ് പേസ്റ്റായിട്ട് കിട്ടണേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് കിട്ടി. ചെറു ചൂടോടെ തന്നെ ഇത് പേസ്റ്റ് ആക്കണം. അപ്പം നല്ലപോലെ പേസ്റ്റായി കിട്ടും. തണുത്ത് കഴിഞ്ഞ ഒരു ബലം വരും. അതുകൊണ്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ആക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും കട്ട്ലേറ്റ് ഉരുട്ടുമ്പോൾ. പിന്നെ ചിക്കൻ ആറിക്കഴിഞ്ഞ് ഞാനിങ്ങനെ പിച്ച് ചീന്തി എടുക്കുക ചെയ്ത്. പലരും മിക്സിയിൽ അടിക്കുന്ന കാണും, പക്ഷേ അതൊരു ടേസ്റ്റ് കുറവാട്ടോ. ഇങ്ങനെ പിച്ച് ചീന്തി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ആ ചിക്കൻ വേവിച്ച അതേ പാത്രത്തിൽ തന്നെ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറുവോളം വഴറ്റി, പിന്നെ സബോള എടുത്ത് സബോളയും കുനുകുനാന്ന് തന്നെ അരിഞ്ഞിട്ട് അതിലേക്കിട്ടു. കറിവേപ്പില അരിഞ്ഞ് വേണം കേട്ടോ കട്ട്ലേറ്റിലിടുമ്പോൾ ഇടാൻ. അപ്പോൾ അതാണ് നല്ലത്. അതിനുശേഷം ഇതിലേക്കും ചിക്കൻ മസാലയും കുരുമുളക് പൊടി അല്പം ഉപ്പും കൂടി ഇട്ടു. അതും പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും ചിക്കനും ഉരുളക്കിഴങ്ങും ഇട്ടു. നല്ല പോലെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. മല്ലിയില എന്താണേലും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇടണം, നല്ല ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് പൊടി ഉണ്ടാക്കണം. മിൽക്ക് ബ്രെഡ് യൂസ് ചെയ്യല്. നമ്മുടെ സാധാ നോർമൽ ബ്രെഡ് എടുത്ത് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പൊടിയാക്കി എടുത്തേക്കുന്ന കേട്ടോ. പിന്നെ മുട്ടയുടെ വെള്ളയും കോൺഫ്ലവർ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും, അല്പം മതി കുരുമുളകും ഉപ്പും, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. അപ്പോഴത്തേക്കും നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ ഉരുട്ടി വെച്ചു. പൊട്ടിപ്പോവാതെ കിട്ടും. ഉരുളക്കിഴങ്ങ് നല്ല പേസ്റ്റ് പോലെ ആക്കുമ്പോൾ, പിന്നെ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ചിക്കൻ മിക്സിയിൽ അടിക്കാതെ ഇങ്ങനെ ആക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ കട്ട്ലേറ്റ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ കട്ട്ലേറ്റ് നമുക്ക് ഈ ബാറ്ററി മുക്കി പിന്നെ ബ്രെഡ് പൊടിയിലിട്ട് നന്നായി ബ്രെഡ് പൊടി കോട്ട് ചെയ്ത് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കണം. ഞാൻ എണ്ണ ഒരു ഇത്തിരി പിശുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മുങ്ങിക്കിടക്കുന്നില്ല. നിങ്ങളെടുക്കുമ്പോൾ എണ്ണ മുങ്ങിക്കിടക്കുക ഭാഗത്തിന് തന്നെ എടുത്തോ. വെളിച്ചെണ്ണ കേട്ടോ നല്ലത് പൊരിച്ചെടുക്കുമ്പോൾ കട്ട്ലേറ്റ് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. അപ്പം നമുക്കിങ്ങനെ കട്ട്ലേറ്റ് എണ്ണയിൽ തീ നോക്കി എണ്ണ നല്ല തിളച്ച് തീ കുറച്ച് വെച്ച് വറുത്ത് എടുക്കണം കേട്ടോ, 2 സൈഡും. പിന്നെ കട്ട്ലേറ്റ് റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ സാലഡായിട്ട് സബോളയും നാരങ്ങാനീരും ഉപ്പും പച്ചമുളകും കൂടെ നന്നായിട്ട് ഞെരടി. ഇതാണ് നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും വേണം. കട്ടൻ ചായ വെറും കട്ടൻ ചായ അല്ല കേട്ടോ, മിൻറ്റ് ഇട്ടിട്ടുള്ള കട്ടൻ ചായ കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ മിൻറ്റ് ഇട്ടിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് 4 മണിക്ക് ഇതൊക്കെയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.